നാടകത്തിലൂടെ സിനിമയിലെത്തി പിന്നീട് മലയാള സിനിമയിൽ അമ്മ കഥാപാത്രങ്ങളിലൂടെ നിറസാന്നിധ്യമായിരുന്നു നടി മീന ഗണേഷിൻ്റെ വിയോഗമുണ്ടായ വേദനയിലാണ് സിനിമാ ലോകം. ഏറെക്കാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു നടി. ഭർത്താവിൻ്റെ വേർപാടിനു ശേഷം തനിക്ക് ദുരിത ജീവിതമായിരുന്നു എന്ന് മുമ്പ് പലപ്പോഴും മീന തുറന്നു പറഞ്ഞിരുന്നു. ഇടയ്ക്ക് മകനിൽ നിന്നും ദുരനുഭവം ഉണ്ടായതിനെപ്പറ്റിയും അന്ന് പോലീസ് സ്റ്റേഷനിൽ അടക്കം പരാതിയുമായി നടി എത്തിയിരുന്നു. തൻ്റെ വിഷമങ്ങളെക്കുറിച്ച് മീന പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. മകൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയെ വേണ്ട, അതിന് പരമാവധി എന്നെ ദ്രോഹിച്ചു, ദേഹോപദ്രവം വരെ ഉണ്ടായി. അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് അവൻ പറയുന്നത്. അസുഖബാധിതയായതിനാൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും മരുന്ന് കഴിക്കുകയും ഒക്കെ വേണം. ചിലപ്പോൾ ഭക്ഷണം പോലും എനിക്ക് വേണ്ട, ചിരട്ടയെടുത്ത് തെണ്ടാൻ പോകാനാണ് മകൻ പറഞ്ഞതെന്നാണ് മീന പറഞ്ഞത് എന്നൊക്കെയാണ് മകനെതിരെ പരാതിയായി നടി മീന പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് വെറും തെറ്റിദ്ധാരണകൾ ആണെന്നാണ് മകൻ്റെ അഭിപ്രായം. അമ്മയെ നല്ല രീതിയിലാണ് ഞങ്ങൾ നോക്കുന്നതെന്ന് മകൻ മുമ്പ് പറഞ്ഞിരുന്നു. പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് അന്ന് പ്രശ്നം പരിഹരിച്ചത്. അതേസമയം ഭർത്താവ് ഗണേഷിനെക്കുറിച്ചും ഫിൽമി ബീറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ മീന പറഞ്ഞിരുന്നു, താനും ഗണേശേട്ടനും 6 വർഷം പ്രണയിച്ചതിന് ശേഷം ഒരുപാട് വിവാദങ്ങളിലൂടെയാണ് വിവാഹിതരായത്. ഗണേശേട്ടൻ നാടക സംവിധായകനും നടനുമൊക്കെയായിരുന്നു. ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. നാടകത്തിന് പോകുന്നത് കൊണ്ട് നാട്ടിൽ പലരും എന്നെ കളിയാക്കും. എന്നാൽ നിങ്ങൾ വന്ന് എൻ്റെ കുടുംബം നോക്കി എന്ന് ഞാൻ അവരോട് പറയും. അന്ന് എനിക്ക് നല്ല വാക്ക് സാമർഥ്യം ആയിരുന്നു എന്ന് മീന പറയുന്നു. അക്കാലത്ത് നാടകത്തിന് പോകുന്നവരൊക്കെ മോശക്കാരനാണെന്നാണ് ആളുകൾ പറയുക. എന്നിട്ടും ഞങ്ങൾ ആ പ്രണയത്തിൽ ഉറച്ചു നിന്നു. വിവാഹത്തിന് ശേഷമാണ് ഷൊർണൂരിലേക്ക് വരുന്നത്. ഭർത്താവിൻ്റേത് പെട്ടെന്നുള്ള മരണമായിരുന്നു. ഞാനന്ന് പാലക്കാടുള്ള മകളുടെ അടുത്താണ്. മകൾ പ്രസവിച്ച് കൊടുക്കുന്ന സമയം അതിനൊപ്പം എനിക്ക് ഷൂട്ടിങ്ങും ഉണ്ടായിരുന്നു. ഭർത്താവിനെ സുഖമില്ലാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന് അടുത്ത വീട്ടിലെ കുട്ടി വിളിച്ചു പറഞ്ഞിരുന്നു. പിന്നെ അറിഞ്ഞത് അദ്ദേഹം പോയി എന്നാണ്. ഇക്കാര്യം അറിഞ്ഞ് നടന്മാരായ മുകേഷും ജഗദീഷുമൊക്കെ വീട്ടിൽ വന്നു. വേറെയും സിനിമക്കാർ വന്നിരുന്നു. ആരൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ, പോയത് പോയി എന്നും മീന പറഞ്ഞു.